നമ്മുടെ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ നീതിന്യായ വ്യവസ്ഥയോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത, യാതൊരു അനുകമ്പയും കാണിക്കാത്ത 3 പ്രതികൾ വളരെ നിഷ്ഠൂരമായിട്ടാണ് ഈ കേസിൽ ഉൾപ്പെട്ട അബ്ദുൽ ജലീൽ എന്ന കുഞ്ഞാൻ എന്നവരെ, അന്ന് കൗൺസിലറായിരുന്ന അദ്ദേഹത്തെ കല്ല് ഉപയോഗിച്ച് അടിച്ച് കൊല ചെയ്തത്. അതിൻ്റെ പര്യവസാനമാണ് ഇന്ന് 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇന്ന് അഡീഷണൽ പ്രോസിക്യൂട്ടറായ ഷെരീഫിൻ്റെ, അതുപോലെ മുൻസീഫ് റഹ്മാൻ, ഇവരൊക്കെ രാപ്പകലെ അധ്വാനിച്ചിട്ടാണ് ഈ പ്രോസിക്യൂഷൻ ഇത്രയും. കാരണം ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. തുടക്കത്തിൽ ഈ പ്രതിഭാഗത്തിന് വാദിക്കാൻ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അവർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല, കല്ല് തിരിച്ചറിഞ്ഞിട്ടില്ല, എന്താണ് ആയുധം ഉപയോഗിച്ചതെന്ന് തിരിച്ചറിഞ്ഞില്ല, ഒരുപാട് വാദങ്ങൾ, സാങ്കേതിക വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കോടതി തിരസ്കരിച്ച് കോടതി ഈ പരമാവധി ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും നീതി അർഹിക്കുന്ന ഈ കുഞ്ഞാൻ്റെ കുടുംബത്തിന് ഇതൊരു നല്ല കാര്യമായി, നല്ല വാർത്തയായി വരട്ടെ. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഈ 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയതിന് പ്രത്യേക ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വീതം 3 പ്രതികളും മരിച്ചുപോയ കുഞ്ഞാൻ്റെ കുടുംബത്തിന് നൽകാനും ഉത്തരവായിട്ടുണ്ട്. അത് എത്രയാണ് ഉത്തരവുള്ളൂ? എങ്ങനെ ഇതിൽ മൊത്തം കേസിൽ 45 സാക്ഷികളെയാണ് നമ്മൾ വിസ്തരിച്ചത്. ഈ 45 സാക്ഷികൾ, ഈ കേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ കൂറുമാറിയിട്ടില്ല എന്നാണ്. കാരണം എല്ലാവർക്കും, നാട്ടിലെല്ലാവർക്കും, ഇതിലെ എല്ലാ പാർട്ടിയിലെ ആൾക്കാർ, ഇതൊരു മുസ്ലിം ലീഗ് കൗൺസിലറായിരുന്നു കൊല്ലപ്പെട്ടതെങ്കിലും നാട്ടിലെ സാക്ഷികളായി വന്ന എല്ലാവരും, CITUവിലെ പ്രവർത്തകരും മറ്റു പാർട്ടിയിലെ പ്രവർത്തകരെല്ലാവരും ഏകകണ്ഠേന ഒരേ സ്വരത്തിൽ ഈ പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് മൊഴി കൊടുത്ത ഒരു കേസായിരുന്നു. ഒറ്റ സാക്ഷി പോലും കൂറുമാറാതെയാണ് ഈ കേസിലെ വിചാരണ നടന്നുള്ളത്. പക്ഷേ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും രാത്രിയാണ് സംഭവം ഉണ്ടായതെന്നും ആയുധം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള വാദത്തെ ഒഴിച്ച് ബാക്കി സാക്ഷികളുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റോ ഒരു അപാകതയോ വിചാരണ സമയത്ത് വരുത്തിയില്ല. മാത്രമല്ല ഈ കേസിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ജഡ്ജി തന്നെ പ്രോസിക്യൂഷൻ വളരെ കമൻഡബിളായിട്ടുള്ളൊരു ജോബാണ് ഈ കേസിൽ ചെയ്തിട്ടുള്ളതെന്ന് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. കോടതി അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ സമയബന്ധിതമായി തീർക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞ കേസാണ്. കോടതി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് തന്നെ പ്രോസിക്യൂഷന് എല്ലാ സാക്ഷികളെയും കൃത്യമായി എത്തിച്ച് കൃത്യമായി തെളിവുകൾ കൊടുത്ത് സാങ്കേതികമായിട്ട് ഉന്നയിച്ച എല്ലാ നിയമപ്രശ്നങ്ങളും അതിന് കൃത്യമായ മറുപടി നൽകി നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയെന്ന് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഈ കേസിൽ അന്വേഷണം നടത്തിയത് DYSP അലവി സാറായിരുന്നു. പിന്നെ റിയാസ് ചാക്കീരി എന്ന ഉദ്യോഗസ്ഥനാണ്, അന്നത്തെ CI ആയിരുന്ന റിയാസ് ചാക്കീരിയാണ് ഈ കേസിലെ കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. ഇവരെല്ലാവരും അന്വേഷണത്തിൻ്റെ സമയത്തും എല്ലാവിധ രീതിയിൽ, എല്ലാം നല്ല രീതിയിൽ ഒരു ടീം വർക്കായിട്ടാണ് ഈ കേസിലെ കാര്യങ്ങളൊക്കെ നടത്തിയത്. അതും ഈ പ്രോസിക്യൂഷന് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിധിയിൽ സന്തോഷവാനാണ്. കൂടുതൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആവശ്യം? ഫാമിലിയും ഇവിടെ ഉണ്ട്, മരണപ്പെട്ട ആളുടെ ഫാമിലിയും. ഇതിനിടയ്ക്ക് 1-ാം പ്രതിയെ തന്നെ കോടതിയിൽ ഹാജരാവാത്ത ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ആ കേസ് അത് കൃത്യമായാണ് ഇനി പരിഗണിക്കാം. അല്ല, അതിൽ ആ കേസിൽ കോടതി വിധി പറയാൻ വെച്ച സമയത്ത് കോടതി മുങ്ങാണ്ടായത്, 1-ാം പ്രതി ഒളിവിൽ പോവുകയുണ്ടായത്. ആ സമയത്ത് കോടതി പ്രത്യേകം ജാമ്യക്കാർക്കെതിരെ കേസെടുത്ത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് 2 ലക്ഷം രൂപ ഫൈൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് പുനഃപരിശോധന നടത്താൻ വേണ്ടിയിട്ട് അവർ അരജി കൊടുത്തിട്ടുണ്ട്. അത് കോടതി വീണ്ടും അത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അവർക്കെതിരെ പ്രത്യേക കേസ് എടുത്തിട്ടുണ്ട്.
ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് സാക്ഷികൾക്ക് ഭീഷണി ഉണ്ടെന്നുള്ള പ്രതികളുടെ ഭാഗത്തുനിന്ന് സാക്ഷികൾക്ക് തുടർച്ചയായിട്ട് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് തുടക്കം മുതലേ ഉള്ള ഒരു പ്രശ്നമായിരുന്നു ഈ കേസിൽ. കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ഒന്നാം പ്രതി ഗുണ്ടകളുമായിട്ടായിരുന്നു കോടതിയിൽ വന്നിരുന്നത്. ഈ ഗുണ്ടകളെ പിന്നീട് നീക്കം ചെയ്യാൻ വേണ്ടി കോടതി പ്രത്യേക ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. കോടതിയിൽ ആവശ്യമുള്ള ആളുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, പുറത്തുള്ള ആളുകൾ വരാൻ പാടില്ല എന്ന് പ്രത്യേക കോടതി ഉത്തരവിട്ടുണ്ടായിരുന്നു. ഇത് കുറേ മുമ്പ് തന്നെ വിചാരണ തുടങ്ങുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കേസിലെ ഒന്നാം സാക്ഷിക്ക് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നു. ഈ കേസിലെ 27ാം സാക്ഷിയെ പിന്നെ അദ്ദേഹത്തെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒന്നാം പ്രതി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിലെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഈ ഇദ്ദേഹം വിധി പറയുന്ന ദിവസം മാറിപ്പോയി എന്ന് പറയുന്നത്, ഒളിവിൽ പോയത് ഒന്നാം സാക്ഷി, ഈ കേസിലെ ഒന്നാം സാക്ഷിയെ വകവരുത്താനാണ്. ഒന്നിലധികം കൊല ചെയ്താലും ഒരേ ശിക്ഷയാണ് ലഭിക്കുക എന്ന് പറഞ്ഞ് പല ആളുകളുടെ മുന്നിലും ഭീഷണി മുഴക്കിയിട്ട് അദ്ദേഹത്തിനെ കൊല്ലണം എന്നൊന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം വിധി കേൾക്കാൻ നിൽക്കാതെ ഒളിവിൽ പോയത്. പിന്നീട് എന്തോ പിന്നെ പോലീസ് സമയബന്ധിതമായിട്ട് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സംഭവം എന്നത് ഒന്നാം സാക്ഷി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതല്ലാത്തൊരു വർഷം എല്ലാവർക്കും, ഈ കേസിലെ എല്ലാ സാക്ഷികൾക്കും ഭീഷണിയുള്ള ഒരു പ്രത്യേക സാഹചര്യം ഈ കേസിലുണ്ടായിരുന്നു.